Hello friends, Assalamu alaikum. Garam Masala പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പൊക്കെ വരാൻ പോകല്ലേ. അപ്പോൾ നോമ്പിന്റെ മുൻപായിട്ട് നമ്മൾ കുറച്ച് പ്രീ പ്ലാനിങ്സ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ റമദാൻ പ്രീ പ്ലാനിങ്സ് ആണ് പറയുന്നത്. എല്ലാ വർഷവും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറച്ച് പ്രീ പ്ലാനിങ്സ് ഉണ്ട്. അത് കൂടാണ്ട് ആ വർഷത്തിൽ നമുക്ക് എന്തൊക്കെ വേണമെന്നൊക്കെ തോന്നുമ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ റമദാൻ പ്രീ പ്ലാനിങ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഈ റമദാൻ്റെ ടൈമിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസൊക്കെ നമ്മൾ ചെയ്തു വെക്കണം കേട്ടോ. ആദ്യമേ ചെയ്തു വെക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ കിട്ടുള്ളൂ. എന്നാലേ ഉള്ളൂ നമ്മൾ ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം റമദാൻ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും ഒരുപാട് ടൈം ഉണ്ടാവും. എന്നാലും ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ട് ടൈം നമ്മളധികം കാണുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് സമയം ഇബാദത്തുകൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക തന്നെ വേണം കേട്ടോ. കാരണം ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അത്രയും കൂലിയുള്ളതല്ലേ. ഫ്രണ്ട്സ്, എൻ്റെ ആദ്യത്തെ പ്രിപ്പറേഷൻ വേറൊന്നുമല്ല, ഖുർആൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈം മാറ്റി വയ്ക്കുക ചെയ്യുന്നത്. അത് ഈ റമദാൻ മാത്രമല്ല, എല്ലാ ടൈമിലും നമ്മൾ ചെയ്യണം. പക്ഷേ റമദാൻ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് നമുക്ക് കൂലിയാവും, ആ പോർഷൻസ് നമുക്ക് പഠിക്കാനും കഴിയും. അപ്പോൾ ഇപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് 1-2 ഖുർആൻ ലേണിംഗ് എക്സാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് തഫ്സീറൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഓൺലൈനിലായിട്ട്, അതായത് ആപ്സൊക്കെ കിട്ടുമെങ്കിൽ ആപ്പിൽ നമുക്ക് പഠിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എവിടെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഓരോ ദിവസം നമ്മൾ ഇത്ര ഒന്നുകിൽ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യും. ഖുർആൻ പാരായണത്തിൻ്റെ കൂടെ തന്നെ തഫ്സീർ കൂടെ പാരായണം ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഈ റമദാൻ കഴിയുമ്പോഴേക്കും ഒരു തഫ്സീർ തീർക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാലേ തീരാൻ കഴിയുള്ളൂ. നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഒരു പേജ് നമുക്ക് വായിച്ച് തീർക്കാൻ കഴിഞ്ഞാൽ അത് എന്താ പറയുക, നമ്മുടെ ലൈഫിലൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വിവാദത്തുകൾക്ക് തന്നെയാണ്. വിവാദത്തുകൾ കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ വേറെ എന്ത്. അടുത്തതായിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറ് ക്ലീനിങ്ങിനാണ്. ക്ലീനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മാസം നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാറില്ല. നമുക്കതിന് ടൈം കിട്ടുമില്ല. അപ്പോൾ ജസ്റ്റ് റഫ് ക്ലീനിങ് ആണ് നമ്മൾ ഈ റമദാൻ മാസം ഫുള്ള് ചെയ്യാറില്ല. അതായത് ഷെൽഫുകൾ അങ്ങനെയൊന്നും ക്ലീൻ ചെയ്യാൻ നിൽക്കുകയും ചെയ്യാറില്ല. പക്ഷെ മറ്റേത് വീക്ക്ലി വൺസ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമല്ലോ. കർട്ടൻസൊക്കെ വാഷ് ചെയ്തെടുക്കുക, അതിനൊന്നും നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. അപ്പോൾ റമദാൻ്റെ മുൻപ് തന്നെ ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വയ്ക്കും. പിന്നെ നമുക്ക് ആ ഭാഗത്തോട്ടൊന്നും നോക്കണ്ട. നമ്മുടെ ഡെയിലി ക്ലീനിങ്ങും വീക്ക്ലി ക്ലീനിങ് അത്യാവശ്യമുള്ളത് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള സമയം മുഴുവൻ നമുക്ക് സേവിങ് ആണ്. പിന്നെ നമ്മൾ നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ടയേർഡും ആയിരിക്കും. എല്ലാം കൂടെ ചെയ്യാനൊന്നും നമുക്ക് ടൈം കിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ നേരത്തെ ക്ലീനിങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ ജനലുകൾ, അതുപോലെ കമ്പികൾ, ഇത് ഫുള്ള് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഇതിൽ കൂടെ തന്നെ കർട്ടൻ മുഴുവൻ വാഷ് ചെയ്തെടുക്കണം. പിന്നെ ഷെൽഫുകൾ, എല്ലാ ഷെൽഫുകളും ഞാൻ തുടച്ച് വൃത്തിയാക്കി വെക്കാറുണ്ട് കേട്ടോ, നോമ്പിന് മുമ്പ് തന്നെ. പിന്നെ ഈ ഒരു മാസം നമുക്കിനി വേറെ ഒന്നിനും ടൈം കിട്ടില്ല. നമ്മൾ ഈ ക്ലീനിങ്ങിനൊക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലീനിങ്ങിനൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇബാദത്തിനൊന്നും ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ടൈമുകളൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഞാനിനി ഷെൽഫിൽ നിന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം നിറയെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കർട്ടനുകൾ മുഴുവൻ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒറ്റൊരു സമയം കൊണ്ട് കഴിയില്ല കേട്ടോ എല്ലാ റൂമിൻ്റെയും കർട്ടനുകൾ. അപ്പോൾ കുറേശ്ശായിട്ട് ആദ്യം വാഷ് ചെയ്ത് തുടങ്ങണം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കാൻ. വേറൊന്നുമല്ല, ഞാൻ അരിപ്പൊടി ഉണ്ടാക്കി വെക്കാറുണ്ട് റമദാൻ്റെ മുമ്പേ. മല്ലിപ്പൊടി ഉണ്ടാക്കി വെക്കാറുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. എനിക്കിപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട്. പിന്നെ ചെറുതായിട്ട് ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, അതൊക്കെ കുറച്ച് പൊടിച്ച് വയ്ക്കും. പിന്നെ ചെറുതായിട്ട് ആവശ്യമുള്ളതൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുക ചെയ്യാറ്. സാധാരണ ഞാൻ കുരുമുളക് പൊടിയൊക്കെ അപ്പോഴേ കുത്തിയിട്ട് ഇടുക ചെയ്യാറ്. അപ്പോൾ അതിന് പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. നമ്മൾ കുറച്ച് ടൈം ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാകും, എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടുകയില്ല. മുളക് കൊണ്ടായിട്ട് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പച്ചമുളക് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ കിച്ചൺ ഗാർഡനിൽ നിന്ന് മുളകിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, മുളക് ചെടിയിൽ നിന്ന്. അപ്പോൾ ഇതിനെ ഞാൻ നെടുകെ ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ തൈരുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല കട്ട തൈരാണ്. ഇതിൽ ഉപ്പ് ചേർത്ത് വയ്ക്കണം. ഈ ഉപ്പ് ചേർത്ത് ഈ തൈരിലോട്ട് ഞാൻ മുളക് കൂടെ ചേർക്കണം. ഞാനിങ്ങനെ എൻ്റെ മുളക് ചെടിയിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ച് കുറേശ്ശെ കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കുകയായിട്ട് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ 1-2 കിലോ മുളക് വാങ്ങിച്ചിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കാം.
ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 ദിവസം ഇങ്ങനെ അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് നല്ല വെയിലിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കുക വേണ്ടത്. ആദ്യം ഞാൻ അരിപ്പൊടിയാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. നോമ്പിന് മുമ്പ് തന്നെ അരിപ്പൊടി റെഡിയാക്കി വെക്കുക ചെയ്യാറ്, ഒരു മാസത്തിനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് അധികം അരിപ്പൊടിയുടെ ആവശ്യമില്ല. ഇവിടെ ഞാൻ 5 കിലോ പച്ചരി വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാളിറ്റി പച്ചരി വാങ്ങിക്കാൻ നോക്കണം കേട്ടോ. നന്നായിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. ഇത് 4-5 തവണയെങ്കിലും വാഷ് ചെയ്തെടുക്കണം. മിനിമം ഒരു 3 തവണയെങ്കിലും വാഷ് ചെയ്തെടുക്കണം അരി. ഇത് നിറയെ ചെളി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചെളിയൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തേ പറ്റും. ഇപ്പം തന്നെ കാണാം ഈ വെള്ളത്തിൻ്റെ കളറ്, വെള്ള കളറാണ്, ചെളിയാണ് ഇത് മുഴുവനും. അപ്പോൾ ഇത് ഈ അരിയിൽ പൊടി ഉണ്ടാവും, അതുപോലെ തന്നെ ചെളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ റബ്ബ് ചെയ്ത് തന്നെ വാഷ് ചെയ്തെടുക്കണം. ഇത് ഞാനൊരു അരിപ്പയിലോട്ട് മാറ്റിയാണേ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വാഷ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ട്രിപ്പ് വാഷ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അരി ഈ പാത്രത്തിലോട്ട് കൊട്ടിയിട്ട് പൈപ്പ് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നിറയട്ടെ. ഇപ്പോൾ 2ാമത്തെ തവണ ആയപ്പോഴേക്കിനും അരിയുടെ കളറിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഒരുപാട് മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കഴുകിയിട്ട് കൊട്ടയിലോട്ട് കോരിടാം. ഇതുപോലെ നമുക്കൊരു 4-5 തവണ കഴുകണം കേട്ടോ. എന്നാലുള്ളൂ ഈ അരി അത്രയും ക്ലീനായി വരിക. നമുക്കിവിടെ വെയിലിൽ, നല്ല വെയിലിൽ ഇത് പരത്തിയിടാം കേട്ടോ. ഒരു ദിവസത്തെ മുഴുവൻ വെയിൽ കിട്ടിയാൽ മതി. നമ്മുടെ ഈ അരി നന്നായിട്ട് തന്നെ ഉണങ്ങി വരും. അതിനുശേഷം മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അരിയുടെ മുകളിൽ ഞാൻ നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി കാക്കയുടെ ഒന്നും ശല്യം വേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇത് മുളക് കൊണ്ടാട്ടാണ്. നമ്മൾ നേരത്തെ മുളക് തൈരിലിട്ടിരുന്നില്ലേ, അതാണ് ഉണങ്ങി വരുന്നേ ഉള്ളൂ. അതുപോലെ ഇത് ബാക്കി വന്നിട്ടുള്ള ദോശ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇത് അരിക്കൊണ്ടാട്ടമാണ്. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് തന്നെ ഉണങ്ങി വരും. അടുത്തതായിട്ട് നമുക്ക് മല്ലി കഴുകിയെടുക്കാം. പിന്നെ ഞാൻ 1 കിലോ മല്ലി കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് മല്ലിയൊന്നും അധികം ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയെ പൊടിപ്പിച്ചെടുക്കാറുള്ളൂ. നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം. ഈ മല്ലിയിൽ തന്നെ ധാരാളം ചെളി ഉണ്ടാവും. അരിയൊക്കെ വാഷ് ചെയ്തെടുത്ത പോലെ തന്നെ ചെയ്യണം. നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് എടുക്കാം. ഈ മല്ലിയൊന്നും നന്നായിട്ട് കുതിരരുതേ, ഉണങ്ങിയെടുക്കാൻ നന്നായിട്ട് ടൈം എടുക്കും. ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്രയും ചളിയുണ്ട് ഈ വെള്ളത്തിൽ. അപ്പോൾ നമുക്കൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കാം. ഇനി വെള്ളം മാറ്റാം. നമുക്കിത് വീണ്ടും വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ മല്ലി ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഇന്നത്തെ ഒരു ദിവസം ഉണങ്ങട്ടെ. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കുക കൂടെ വേണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് എക്സാക്റ്റ് നല്ല ഹോം മെയ്ഡ് നല്ല മണമുള്ള മല്ലിപ്പൊടി കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുള്ള നമ്മുടെ മല്ലി കേട്ടോ. ഇത് നമ്മൾ കഴുകി ഉണക്കിയെടുത്തല്ലോ. ആ മല്ലി ഇനി നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ 2-3 തവണയായിട്ട് വറുത്തെടുക്കാം. കുറച്ച് മല്ലി ഞാൻ പാനിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഏതൊക്കെ സ്പൈസസ് ചേർക്കണോ അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ മല്ലിയിലോട്ട് 1-2 ടേബിൾ സ്പൂൺ നമുക്ക് പെരിഞ്ജീരകം ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഈ പെരിഞ്ജീരകവും കറിവേപ്പിലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഗരം മസാല ഐറ്റംസ് ചേർക്കാം. ഗ്രാമ്പൂ മാത്രം ചേർത്തിട്ടുണ്ടാക്കാം, പട്ട മാത്രം ചേർത്തിട്ടുണ്ടാക്കാം. അങ്ങനെ ഓരോ ടൈപ്പിൽ നമുക്ക് ഈ മല്ലി വറുത്തെടുക്കാം. ഇനി ഒന്നും വേണ്ട, പ്ലെയിനായിട്ട് മല്ലി വറുത്തെടുത്താൽ മതി. ഇനി ഇതിനൊക്കെ പകരമായിട്ട് നമ്മളിപ്പോൾ ഈ കഴുകിയെടുത്തില്ലേ, ഈ കഴുകിയെടുത്ത മല്ലി ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ ചെയ്യാം. എന്തായാലും നമ്മുടെ മല്ലി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാൻ മുളക് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് കണ്ടോ, എന്തൊക്കെയോ ജീവിയുടെ കാഷ്ടമൊക്കെ ഉണ്ട് മുളകിൽ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുളക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഡയറക്റ്റ് തന്നെ പൊടിച്ചെടുക്കരുത് കേട്ടോ. ഈ വെള്ളം കണ്ടില്ലേ, നിറയെ ചെളിയാണിത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഉണക്കിയെടുക്കാൻ. ഉണക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടിച്ചെടുക്കാം.
ഒരു 3-4 തവണ നമുക്കിത് കഴുകണം. പിന്നെ എല്ലാ നോമ്പിനും ഞാൻ റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നെയ്യ് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇത് ബട്ടറാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ബട്ടറാണ്. ഈ ബട്ടർ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക. അതായത് മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് സോളിഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലൂടെ ഞാൻ ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഈ ചെറിയുള്ളി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നല്ലൊരു കളറ് കൂടെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കളറ് മാത്രമല്ല, മഞ്ഞളിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ചെറിയുള്ളി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇത് തണുത്തതിന് ശേഷം ഞാനൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കും. ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഒരാഴ്ചക്കുള്ള നെയ്യ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിയുമ്പോഴേക്കിനും അടുത്ത ബട്ടർ ഉണ്ടാക്കി വെക്കുക ചെയ്യുക. പാൽപ്പാട് ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ബട്ടർ ഉണ്ടാക്കുന്നത്. ഇനി ഇത് തണുത്തിട്ട് നമുക്ക് ഒരു ബോട്ടിലോട്ട് ഒഴിച്ച് വയ്ക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണിത്. അതുപോലത്തെ ഇത് മല്ലിയാണ്, പിന്നെ മുളകാണ്. ഇത് 3 പൊടിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ ഒന്ന് ചൂട് പോകാൻ വേണ്ടി വെച്ചിരിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചാൽ മതി. ഇതിന് പകരമായിട്ട് പരത്തി വെച്ചാലും മതി. ഷീറ്റ് എന്തെങ്കിലും വിരിച്ചിട്ട് അതിൽ പരത്തി വെച്ചാലും മതി. പിന്നെ ഈ അരിപ്പൊടി ഞാനിനി വറുത്തെടുക്കുന്നില്ല. ഇനി വറുത്ത അരിപ്പൊടിയാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക കൂടെ ചെയ്യാം. അല്ലെങ്കിൽ മില്ലിൽ തന്നെ ഇപ്പോൾ വറുത്ത് തരുന്നുണ്ട്, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാം. നമുക്ക് നോമ്പിൻ്റെ ആവശ്യം കഴിഞ്ഞാലും എനിക്കിത് ബാക്കി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല നീറ്റായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ തന്നെയായിട്ട് സൂക്ഷിക്കുന്നത്. ഈ മുളക് പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും ആവശ്യത്തിന് ചെറിയൊരു ബോട്ടിലോട്ട് എടുക്കാം. അത് കഴിയുമ്പോൾ പിന്നെ ആവശ്യാനുസരണം വീണ്ടും നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി കേട്ടോ. അല്ലാണ്ട് മുഴുവനായിട്ട് വലിയൊരു കണ്ടെയ്നറിൽ എടുത്തിട്ട് ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഇനി അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് മസാലകളൊക്കെ റെഡിയാക്കി വയ്ക്കുക. അത് റമദാൻ്റെ നേരത്തെ റെഡിയാക്കി വയ്ക്കൊന്നുമില്ല കേട്ടോ. അത് റമദാൻ്റെ കുറച്ച് മുൻപായിട്ട്, അതായത് ഇപ്പോൾ നാളെ റമദാൻ നോമ്പൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഇന്നൊക്കെ കുറച്ച് മസാല റെഡിയാക്കി വയ്ക്കും. ഒരു 2-3 ദിവസത്തേക്ക് റെഡിയാക്കി വെച്ചിട്ട് ചെറിയ ബോക്സുകളിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചാലേ ഉള്ളൂ അത് ഫ്രഷ് ആയിട്ടിരിക്കാം. നമുക്ക് വേണ്ട ദിവസം നമുക്കത് എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ മസാലകൾ. അതുപോലെ അതിന് പകരമായിട്ട് നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള സ്നാക്സ് റെഡിയാക്കി വെക്കാവുന്നതാണ്. അതായത് നമുക്ക് സമൂസയൊക്കെ ഫില്ല് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. വേണ്ട ടൈമിൽ നമുക്ക് റെഡി ടു ഈറ്റ് ഒക്കെ കിട്ടുമല്ലോ. അതേപോലെ ജസ്റ്റ് എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി, ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെയുള്ളതും പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഫ്രണ്ട്സ്, ആ പ്രിപ്പറേഷൻസൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ പർച്ചേസിങ് കേട്ടോ. പർച്ചേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ പല ടൈപ്പിലുള്ള ലിസ്റ്റുകളാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതായത് 1 മാസത്തേക്ക് എത്ര ഐറ്റംസ് വേണം, ആ ഒരു ലിസ്റ്റ് ആദ്യം റെഡിയാക്കി വെക്കണം. അതായത് അരിപ്പൊടി അതൊക്കെ നമുക്ക് 1 മാസത്തേക്ക് പർച്ചേസ് ചെയ്ത് വെക്കാം, പ്രിപ്പയർ ചെയ്ത് വെക്കാം. എന്നാൽ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് വെക്കേണ്ട ഐറ്റംസ് ഉണ്ട്. പിന്നെ ഡെയിലി വാങ്ങിക്കേണ്ട ഐറ്റംസ് വരും. അതായത് 2 ഡേയ്സിലൊക്കെ ഒരിക്കലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണം. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, അത് വീക്ക്ലി വൺസ് ഒക്കെ പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്. അപ്പോൾ കഴിയുന്നത്ര നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം ആ ടൈമിൽ പോയി വാങ്ങിക്കുക. ബാക്കിയെല്ലാം കുറച്ച് പർച്ചേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ടൈം കൂടെ സേവ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ റമദാൻ പ്രീ പ്ലാനിങ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ലോഗ്സും വീഡിയോസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്.